കവിതയ്ക്ക് കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ മക്കത്തെ മംഗല്യരാവ് കവിതയ്ക്ക് കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ മക്കത്തെ മംഗല്യരാവ് കവിതയ്ക്ക് കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ മക്കത്തെ മംഗല്യരാവ് കവിതയ്ക്ക് കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മനോഹരമായൊരു ഗാനം കേൾക്കാൻ വളരെ രസമുള്ള, ഇത് പാടുന്നതോ അയ്യപ്പ ഭക്തന്മാരാണ്. അവർക്കുള്ള ഭജനമന്ത്രിയുടെ ഇടയിൽ ആലപിക്കുന്ന ഈ ഒരു ഗാനം, ഇത് കേൾക്കാൻ വളരെ രസമുള്ള ഈ ഒരു ഗാനം പലരും ഏറ്റെടുത്തുകൊണ്ട് കേട്ടാൽ എത്ര കേട്ടാൽ മതി വരുന്നില്ല എന്ന രീതിയിൽ പിന്നെയും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്നുള്ളത്, യഥാർത്ഥത്തിൽ ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ഒരു കല്യാണം, അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ആണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല. ഈ ഖദീജ ബീവിയുമായിട്ടുള്ള കല്യാണവും ഫാത്തുമ്മ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഗാനം, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ സമൂഹം, ഇവിടുത്തെ സമുദായം എത്രത്തോളം ഈ മതസൗഹാർദ്ദം, അതായത് സ്നേഹത്തോടു കൂടി, സൗഹാർദ്ദത്തോടു കൂടി, ഐക്യത്തോടു കൂടി നമുക്കിവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. വർഗീയ ഒന്നുമില്ലാതെ സ്നേഹത്തോടു കൂടി ഭജനമന്ത്രിയിൽ ഇത് പാടുമ്പോൾ പലപ്പോഴും പറയുന്നത് ഇത് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ് എന്ന രീതിയിൽ ചില ആൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ അതുമായി ഒരു ബന്ധവുമില്ലാത്തൊരു ഗാനമാണിത്. പിന്നെ ആരാണ് ഈ ഖദീജ? എന്തിനാണ് അയ്യപ്പ ഭക്തന്മാർ ഇത് പാടുന്നു? ഇത് ഏത് രീതി നോക്കിയാലും ഒരു മതസൗഹാർദ്ദമാണ്. എന്നാൽ ഈ ഒരു ഗാനം എന്നുള്ളത് ഹബീബ് സല്ലല്ലാഹു ഖദീജ ബീവി അലിയുമായിട്ടുള്ള വിവാഹം പറയുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചത് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അവർക്ക് ജനിക്കുന്ന കുട്ടി, അതായത് ഫാത്തിമ കുട്ടി, ആ കുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ കുട്ടി വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ശിവൻ എന്നാണ്, പരമശിവൻ ആണ് മായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഗാനത്തിൽ പറയുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾക്ക് പഠിച്ചവരാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹുവിന് എത്രത്തോളം എന്ന് പറയുമ്പോൾ, മരിക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാണ്ട് സന്തോഷിക്കുകയും കരയുകയും ചെയ്ത സമയമുണ്ട്. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. കാരണം ആദ്യം ഇനി എൻ്റെ അടിയിൽ വരുന്നത് നീയാണ് മോളെ എന്ന് പറയുമ്പോൾ അപ്പോൾ മരണത്തിൻ്റെ സൂചനമാണ്. സന്തോഷിച്ചു. പിന്നെ കരയാൻ തുടങ്ങി. കാരണം എന്താ ചോദിക്കുമ്പോൾ, ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ ഈ ശരീരത്തെ മദീനയുടെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ എത്രയാണ്, എൻ്റെ തടി എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ആകൃതി ആ കഫൻ പുടവയിൽ ഇങ്ങനെ കാണൂലേ സ്വഹാബികൾ, അന്യപുരുഷന്മാർ എന്ന രീതിയിൽ അത്രത്തോളം എൻ്റെ ശരീരത്തെ മറക്കാൻ വേണ്ടി, കാരണം അന്യപുരുഷന്മാർക്ക് ആർക്കും എൻ്റെ ശരീരം കാണാൻ പാടില്ല എന്ന ഒരു ചിന്തയിൽ ജീവിച്ച മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. റസൂലിൻ്റെ ഖദീജയുടെ മകനുമാണ്. അപ്പോൾ ഖദീജയും ഫാത്തിമ ഇങ്ങനെയൊക്കെ പാടുമ്പോൾ നമുക്കിത് തോന്നുന്നത് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ഫാത്തിമയെക്കുറിച്ചാണ് പാടുന്നത് എന്ന്. ഒരിക്കലുമല്ല. ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹ അത്രത്തോളം തൻ്റെ ശരീരത്തെ അത്രത്തോളം കണ്ട ഫാത്തിമ എങ്ങനെയാണ് പരമശിവനുമായി കാണാൻ സാധ്യത? ഒരിക്കലും ഇല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ ഒരു ഗാനം എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത്രത്തോളം മതസൗഹാർദ്ദവും സ്നേഹം, ഈ ഗാനം വേറെ രീതിയിൽ നമുക്ക് കണ്ടാലും ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യം മതസൗഹാർദ്ദമുണ്ട്. ഇതിനെ ഏറ്റെടുത്ത് പാടുന്നവർക്കുടെ പിന്നിലും മതസൗഹാർദ്ദമുണ്ട്. ഇത് പാടുന്നത് അയ്യപ്പ ഭക്തന്മാരാണ്. അവരുടെ ഭജനമന്ത്ര ഇടയിൽ പാടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ഈ മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇതുപോലത്തെ ഐക്യം കൂട്ടുന്ന രംഗങ്ങളും മെനും ഉണ്ടാകണം. അത് നാം ആഗ്രഹിക്കുന്നവരാണ്. അത് ഒരുപാട് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ട്. എന്നാലോ ഇത് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയായ മഹദിയായ ഖദീജ ബീവി അല്ല എന്നത് നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂലിനെ വിവാഹം കഴിക്കുമ്പോൾ അലീനെ വിവാഹം കഴിക്കുന്ന എന്ന രീതിയും, അവർക്ക് പ്രസവിക്കുന്ന പാത്തു എന്ന് പറയുന്ന ആ ഗാനത്തിൻ്റെ തുടർച്ചയിൽ പറയുന്ന അങ്ങനെയാണ്. പിന്നെ പരമശിവനുമായിട്ടുള്ള ആ ഒരു സ്നേഹവും അതിൽ പാടുന്നുണ്ട്. ഈ ശ്രീ അയ്യപ്പൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്താണ് വാവറും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണിത്. കാരണം വാവർ അവരുടെ കുടുംബത്തിലുള്ള ഖദീജ ബീവി, അവരുടെ
ഒരു തറവാട് പേരാണ് ഈ മക്ക എന്ന് പറയുന്നത്. അവരുടെ വല്യമ്മയായ ഖദീജ, അതിൽ ജനിക്കുന്ന ഇത് ഫാത്തിമ, അവർ അതിൽ ജനിക്കുന്ന ശ്രീ അയ്യപ്പൻ എന്ന രീതിയിലുള്ള ആ ഒരു വിശദീകരണമാണ്. ഇതിൻ്റെ യഥാർത്ഥം വിശദീകരിക്കേണ്ടത് ഹൈന്ദവ സഹോദരങ്ങളായ അവർ തന്നെയാണ്. അവരുടെ വ്യാഖ്യാനമാണ്, അവരുടെ ആ ധർമ്മത്തിന് യോജിക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. എന്നാലും ഈ ചരിത്രവുമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തട്ടിക്കുകയാണെങ്കിൽ അത് ചരിത്രത്തിന് വലിയ കലങ്കമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പലരും അങ്ങനെ വിചാരിച്ചൊരിക്കലും വിചാരിക്കരുത് എന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഈ വാവരും ശ്രീ അയ്യപ്പനുമായി ഇവർക്കുള്ള സൗഹാർദ്ദത്തെ ഇല്ലായ്മയാക്കാൻ പലരും ശ്രമിക്കുമ്പോൾ ഇതിനും ഒരു വലിയ സൗഹാർദ്ദം ഇവിടെ സ്ഥാപിച്ചുകൊണ്ടായിരിക്കും ഈ ഗാനം ആലപിച്ചു കൊണ്ടുവരുന്നത്. ഏത് നോക്കിയാലും അൽഹംദുലില്ലാ വളരെ നല്ല മനോഹരമായ വിഷയമാണ്. മുത്തായ ഹബീബുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. മക്ക എന്നുള്ളത് പരിശുദ്ധ ഹറം മക്ക അല്ല, അത് തറവാട് പേരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏതാവട്ടെ സന്തോഷമായി, അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന നല്ല നല്ല വേദികൾ നമ്മുടെ നാടുകൾ ഒരുങ്ങണം. അതിനുവേണ്ടി നാം ശ്രമിക്കണം. അത് നമ്മുടെ ഈ സൗഹാർദ്ദം ഐക്യമെന്നുള്ളത് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഐക്യമുണ്ടാക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രയത്നങ്ങൾ അത് അത്ഭുതകരമായ ചരിത്രങ്ങളും ഇന്നും ചരിത്ര ഗ്രന്ഥത്തിനും ഹദീസുകളുടെ ഗ്രന്ഥത്തിനും ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ഐക്യം തകർക്കുമെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും അല്ലാഹുവിൻ്റെ റസൂൽ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അതിൽ ഐക്യം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ ഐക്യത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഏതൊരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതകരമായ തീരുമാനമായിരുന്നു മുത്താ ഹബീബ് എടുത്തത്, അല്ലേ? ഹജറുൽ അസ്വദ് വെക്കുന്ന വിഷയത്തിൽ തർക്കം നടന്നിരുന്നു. ആ സമയത്ത് ഓരോ ഗോത്രക്കാർ പറയുന്നു ഞങ്ങളാണ് വെക്കേണ്ടത്, ഞങ്ങളാണ് അർഹർ, ഞങ്ങളാണ് അർഹൻ എന്ന ആ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പ്രവാചകനല്ലല്ലോ. ആ സമയത്ത് ഹബീബ് തങ്ങൾ പറഞ്ഞ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ന്യായമായിരുന്നു. ഒരു വിരിപ്പ് വിരിച്ച് അതിൽ ഹജറുൽ അസ്വദ് വെച്ച് എല്ലാ ഗോത്രക്കാരും ഒന്നിച്ച് പിടിച്ചു കൊണ്ടുപോയിട്ടാണ് അത് വെക്കുന്നത്. അത്രത്തോളം ഐക്യത്തെ വളരെ കൂടുതൽ സ്നേഹിച്ചിരുന്നു. മുഹാജിരീങ്ങൾ അൻസാറുകൾക്കിടയിലുണ്ടായ ഭിന്നതകൾക്കിടയിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇടപെട്ട കാര്യവും ഐക്യം തകരുമെന്ന് പറയുമ്പോൾ പരിശുദ്ധ ഹറമിനെ പോലും പൂർണ്ണമായ രീതിയിൽ പൂർത്തീകരിക്കാതെ ഉണ്ടായ ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മെ അത്ഭുതകരമായി ഓർമ്മപ്പെടുത്തുന്നതാണ്. യഥാവട്ടെ ഈ ഒരു മനോഹരമായ ഗാനം അൽഹംദുലില്ലാ വളരെ ഇഷ്ടപ്പെട്ട് എത്ര കേട്ടാലും മതി വരാത്ത ഒരു ഗാനം കൂടിയാണ് ഇത്. ഏത് രീതിയിൽ നോക്കിയാലും ഇതിൽ ഒരു ഐക്യം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണുന്നുണ്ട്. ഈ ഒരു വേളയിൽ പടച്ചോനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ രംഗവുമൊക്കെ വിശദമായി കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ മനസ്സിന് വലിയ കുളിരേകുന്ന ഗാനമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ നാടിൽ ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മനുഷ്യർ പരസ്പരം സഹോദരങ്ങളാണ്. അല്ലെ, ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ, മറ്റു മതങ്ങൾ, മതമില്ലാത്തവനൊന്നുമില്ല. എല്ലാവർക്കിടയിൽ സ്നേഹമാണ് വേണ്ടത്. മതങ്ങൾക്കിടയിലുള്ള പോരടിക്കൽ ഇതിനൊക്കെ വഖഫ് നൽകിക്കൊണ്ട് നല്ല സ്നേഹത്തോടു കൂടിയായിരിക്കും നമ്മുടെ ജീവിതം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.